ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന സിനിമയാണ് കണ്ടത്. ഈ സിനിമയിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയാം. ബുക്ക് മൈ ഷോയിൽ ഞാൻ ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് അടുത്ത് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റിയത് ഈ സിനിമയാണ്. സോ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് സീറ്റുകളും പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിയേറ്ററിലേക്ക് ചെന്നു, ടിക്കറ്റ് എടുക്കുന്നു. തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ടോട്ടലി അമ്പരന്ന് പോയി. കാരണം ഏകദേശം കുറേ സീറ്റുകൾ ഫില്ലായി കാണിച്ചിട്ട് അകത്തേക്ക് വന്നപ്പോൾ ഏറിപ്പോയാലൊരു 4-5 പേരോ മാത്രമാണ്. ഈ കാണുന്ന വിഷ്വലിൽ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ തുടങ്ങുന്നതിന് 1-2 മിനിറ്റ് മുമ്പ് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും ബുക്കിംഗ് ഉണ്ടായിരുന്നിട്ട് കൂടി എത്ര പേരാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. സിനിമ തുടങ്ങി ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5-6 ആൾക്കാർ കൂടി തിയേറ്ററിലേക്ക് എത്തിച്ചേർന്നു. അവർ ഈ സിനിമ കാണാൻ വന്നതാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രകാരം അവർ ചുമ്മാ വന്ന് സമയം കളയാനായിട്ട് വന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ, ഇതൊരു റീസെൻ്റായിട്ട് വായിച്ച വാർത്തയുടെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ടിക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫില്ലാവുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. ഒരു ബുക്കിങ്ങിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്കും തിയേറ്റേഴ്സ് തന്നെ ഓൾമോസ്റ്റ് അതിൽ നിന്ന് റിമൂവ് ആയി മാറും. ഇനി അടുത്ത ഷോ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ തിയേറ്ററിനടുത്തേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയും സ്വാഭാവികമായിട്ടും അത്യാവശ്യം ആളുള്ള സിനിമയാണല്ലോ, ഇനി നമുക്കിത് കണ്ടു കളയാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഗിമ്മിക്ക് ഉണ്ടല്ലോ. ആ ഗിമ്മിക്ക് ഇവിടെ കറക്റ്റായിട്ട് വർക്കാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഫ്രീ ടിക്കറ്റുകൾ കൊടുത്ത് ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പരിപാടികൾ റീസെൻ്റായിട്ട് ഞാൻ കണ്ടു. അത് ഞാൻ മനസ്സിലാക്കിയതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗിമ്മിക്കിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ഇത്തരത്തിൽ ഒരു പരിപാടി ചെയ്തതെങ്കിൽ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഇത്തരത്തിൽ ഫ്രീ ടിക്കറ്റ് കിട്ടി വന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഒരാൾ തെറ്റിദ്ധരിക്കപ്പെട്ട് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറിയതാണെങ്കിൽ പോലും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ നശിപ്പിക്കുന്നേ, റിവ്യൂക്കാർ സിനിമയെ ഇല്ലാതാക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ നിങ്ങൾ തയ്യാറാവരുത്. കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ ഗിമ്മിക്കുകളിൽ പെട്ടുപോകുന്ന ചിലർക്ക് സ്വാഭാവികമായിട്ടും പല രോഷങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ സംസാരിക്കട്ടെ എന്ന് നമ്മൾ പലപ്പോഴും പറയും. അതിനാവശ്യമുള്ള പരസ്യവും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, അത് നല്ല കാര്യം. പക്ഷേ പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കി തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു കുബുദ്ധി ഉണ്ടല്ലോ, അതെല്ലാ കാലത്തും എപ്പോഴും വർക്കായെന്ന് വരത്തില്ല. അത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ ജനങ്ങളത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിനിമയെ തകർക്കുന്നു, സിനിമയെ ഇല്ലാതാക്കുന്നു, സിനിമ നശിപ്പിക്കുന്നു, നല്ലൊരു സിനിമയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകാർക്ക് പൈസയും കൊടുത്ത് അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ വന്ന് അഭിപ്രായവും പറഞ്ഞ് റിവ്യൂ ചെയ്യുന്നവർക്ക് കോപ്പിറൈറ്റ് കൊടുക്കുന്ന ഒരു ഗിമ്മിക്ക് പരിപാടി ഉണ്ടല്ലോ. അതായത് ഞങ്ങൾ പലതും കാണിക്കും, നീയൊക്കെ വായും പൊത്തി വേണമെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നൊരു സെറ്റപ്പ് എല്ലാ കാലത്തും വില പോവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ത്രില്ലർ എന്ന ഫസ്റ്റ് വേർഡിൽ ഇങ്ങനെ പറയാം. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് പറയാം. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, ഷാജോൺ, ലെന, ഹേമന്ത് മേനോൻ, കനി കുസൃതി, സരൺ ഷിഹാബ്, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ള ഒരു മൂവി. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ സംഭവങ്ങളും ആ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ നടക്കുന്ന കുറേ ഇൻസിഡൻസുമാണ് ഈ സിനിമയിലെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ തുടക്കം മുതൽ ഒരു സിമ്പിളായിട്ട് കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്ന, ഒരിടത്തും അധികം BGM ഒന്നും കുത്തിത്തിരികാതെ നൈസായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ ഒരു ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നൊരു സ്റ്റൈലിലൊക്കെയാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫിയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ നല്ല ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ഈ സിനിമയിലെ കഥാപശ്ചാത്തലത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ച് സിനിമ ഏകദേശം പകുതിയോട് അടുക്കുമ്പോഴത്തേക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ സിനിമയിലേക്ക് കടന്നു വരുന്നു. ആ ഒരു ഏരിയ ഭയങ്കര ഹൈപ്പിലേക്ക് ഓഡിയൻസിനെ കൊണ്ടെത്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ദൃശ്യത്തിലൊക്കെ സംഭവിക്കുന്നത് പോലെയൊക്കെ ഉള്ള ഒരു സ്റ്റൈലിലേക്ക് സിനിമ കൊണ്ടുവന്ന് നിർത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിക്കുക എന്ന് ആലോചിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഓഡിയൻസിൻ്റെ മൈൻഡിലേക്ക് ക്ലിയർ ആയിട്ട് അവിടെ വർക്കായി. സോ സെക്കൻഡ് ഹാഫിലേക്ക് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മുടെ മൈൻഡിലുണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയെ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ വേറെ ലെവലിലായേനെ. അതിന് സാധിച്ചില്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. ശരി, കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പെർഫോമൻസുകളിൽ നിന്നാണ് പിന്നീട് ഈ സിനിമ ബാക്കി രീതിയിലേക്ക് വർക്കൗട്ട് ആവേണ്ടിയിരുന്നത്. ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയരാഘവൻ ഈ അടുത്ത കാലങ്ങളിൽ അത്യാവശ്യം നല്ല ഗംഭീര പെർഫോമൻസുകളാണ് പല സിനിമകളിലും നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. പൂക്കാലത്തിലൊക്കെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന കിഷ്കിന്ധ കാണ്ഡത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഈ സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഏരിയ നൈസായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കൂടുതലൊന്നും ചെയ്യാനില്ല. പിന്നീട് വന്ന ദിലീഷ് പോത്തൻ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നൈസായിരുന്നു, കൂടുതലൊന്നും ചെയ്യാനില്ല. ബട്ട് ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്റ്റോറി നറേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും ഓവറായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടോ ചെയ്യാനൊന്നുമില്ല. കിട്ടിയ ഏരിയാസ് എല്ലാം അവർ വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഷാജോൺ ആണെങ്കിലും ലെന ആണെങ്കിലും ഒക്കെ അവരവരുടെ കഥാപാത്രങ്ങളെ വളരെ മിതത്വം പാലിച്ച് തന്നെ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചത് സരൺ ഷിഹാബിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ലതായിരിക്കണം, അവർ നല്ലതായിട്ട് ചൂസ് ചെയ്തതായിരിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ നോക്കി. അവർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല.
ഒരു സാധാരണ കഥാപാത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് സറിനും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സോ സിനിമയുടെ ബാക്കി ഡീറ്റെയിൽസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ത്രില്ലർ ജോണറിലേക്ക് ഒരു സിനിമയെ കൊണ്ട് എത്തിക്കാൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ആ ത്രില്ല് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഓഡിയൻസിന് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആ ഒരു മീറ്റർ പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ പണിപ്പെട്ടൊരു പണിയാണ്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാലോ സിനിമ വേറെ ലെവലിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ കിട്ടിയ ഒരുപാട് സിനിമകൾ റീസെൻ്റായിട്ട് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. എക്സാമ്പിൾ കിഷ്കിന്ദ കണ്ടാൽ നോക്കിയാലും മതിയല്ലോ. അത്രയും സ്ലോ പേസ്ഡ് ആയിട്ട് സ്റ്റോറി പറഞ്ഞു പോയിട്ടും ഓഡിയൻസിന് അത്രയും നന്നായിട്ട് കണക്റ്റായി അത് അത്യാവശ്യം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടൊരു മൂവി കൂടിയാണ്. സോ അത് തന്നെയാണ് ഞാൻ കമ്പാരിസൺ ചെയ്യല്ല, ബട്ട് ആ ഒരു സ്റ്റൈല് ഈ സിനിമയിലും വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ കടന്നു വന്ന ജോജി എന്ന സിനിമയുടെ ചില ഒരു ഷെയ്ഡുകളും, ഓ ബേബി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷെയ്ഡുകളും, പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൃശ്യത്തിൻ്റെ ഒരു ചുവര് പറ്റുന്ന ഒരു ഒരു ഷെയ്ഡും ഒക്കെ കയറി വരുമ്പോഴത്തേക്ക് കോമൺലി നമ്മളെല്ലായിടത്തും അല്ലെങ്കിൽ മുമ്പ് എവിടേക്കോ റീസെൻ്റായിട്ട് കണ്ടുപോയ കുറേ സംഭവങ്ങളെ ഇവിടെ എവിടേക്കോ വാരി തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് അതൊക്കെ എന്താണെങ്കിലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു ക്യൂരിയോസിറ്റിയെയും ആ ഒരു ത്രില്ലിനെയും എവിടെയും കളയാതെ കൊണ്ടുപോയിരുന്നെങ്കിൽ അത് ഇവിടെ എവിടെയും പാലിക്കപ്പെടാതെ പോയി എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല മാനസിക സംഘർഷങ്ങളെയും മാനസിക വ്യാപാരങ്ങളെയും ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓഡിയൻസിന് അത് കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ ടോട്ടലി ഈ സിനിമയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു, ബട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ പോയ, എന്നാൽ എവിടേക്കോ ചില സംഭവങ്ങൾ ഇട്ട് തന്നിട്ട് അതിനൊന്നിനും പറ്റാതെ പോയ ഒരു ഫാമിലി ത്രില്ലർ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹേമന്ത് മേനോൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു. ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിലെ കുറേ ഏരിയകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഡയലോഗ് പറഞ്ഞ് തീർന്നില്ലേടാ, ഇനി നിനക്ക് ഡയലോഗ് പറഞ്ഞൂടെ എന്നൊക്കെ തോന്നുന്ന തരത്തിലേക്ക് ചില ഷോട്ടുകളും അല്ലെങ്കിൽ ചില സീനുകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് വല്ലാത്തൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. ശരത് ചന്ദ്രൻ ആർജയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു രീതിയിൽ അദ്ദേഹം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അത്യാവശ്യം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ബട്ട് സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ കുറച്ച് നല്ല രീതിയിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഒരു ഗംഭീര ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചേനെ എന്നുകൂടി പറയേണ്ടിയിരുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ, പുതുമകളൊന്നും സമ്മാനിക്കാതെ, ഒരു ഫ്ലാറ്റായ രീതിയിൽ തന്നെ കഥ പറഞ്ഞ് ഫ്ലാറ്റായ രീതിയിൽ തന്നെ എല്ലാം അവസാനിച്ചു പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വളരെ കുറച്ച് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. സോ അത്തരം കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറലായിട്ട് പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഇൻ ഷോർട്ട്, മാലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്.